സർക്കാർ ഇപ്പോൾ യുവതീ പ്രവേശനത്തിൽ മറുപടി പറയണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നതും BJP ആവശ്യപ്പെടുന്നതും രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ നാളെ സുപ്രീം കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിലോ അതല്ല സുപ്രീം കോടതി നാളെ ഇത് പരിഗണിച്ചതിന് ശേഷം 9 അംഗ ബെഞ്ചിലേക്ക് വിടുന്ന ഘട്ടത്തിലോ 9 അംഗ ബെഞ്ച് പരിഗണിക്കുന്ന 7 പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലോ സംസ്ഥാന സർക്കാരിൻ്റെ സത്യവാങ്മൂലത്തിന് ഒരു പ്രസക്തിയുമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ ഈ മറുപടിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പ്രതിപക്ഷമോ നമ്മളോ ചോദിക്കേണ്ട ഒരു സാഹചര്യവും നിയമപരമായില്ല. മറുപടി പറയണം എന്ന് പറയുന്നത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയുള്ള ഒരു നീക്കമാണ്. ഇതാണ് പറഞ്ഞത്. ശരി, അപ്പം മാധു അതിനോട് യോജിച്ചു. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇനി ഏതൊക്കെ പ്രധാനപ്പെട്ട 7 വിഷയങ്ങളാണ് ഇന്നലെ അല്പസമയം മുമ്പ് പിയാസുള്ള പറഞ്ഞു. ഈ വിഷയത്തിൽ തർക്കമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നില്ല. നിങ്ങളെല്ലാവരും മറുപടി ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാടിലാണ് സ്മൃതി അടക്കം എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു സ്മൃതി. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതായിരുന്നു. ഒന്ന്, ഒരു മതത്തിൽപ്പെടാത്ത അല്ലെങ്കിൽ അപരമതത്തിൽപ്പെട്ട ഒരാൾക്ക് മറ്റൊരു മതത്തിലെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്യാൻ കഴിയുമോ? ഇതിന് സംസ്ഥാന സർക്കാരിൻ്റെ സത്യവാങ്മൂലം ആവശ്യമില്ല. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ വിഷയമാണ്. ആർട്ടിക്കിൾ 25ഉം 26ഉം തമ്മിൽ ബന്ധപ്പെട്ട വിഷയത്തിനൊരു സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം എടുക്കേണ്ട ഒരു ഫെഡറൽ വിഷയമല്ല. അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം അവിടെ ആവശ്യമില്ല. രണ്ടാമത്തത്, ഇത് റിവ്യൂ ആർട്ടിക്കിൾ 25ന് ഭരണഘടനാപരമായിട്ട് ജുഡീഷ്യറിക്ക് റിവ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ടോ? അതും സെറ്റിൽ ചെയ്യേണ്ടത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചാണ്. അക്കാര്യത്തിലും ഈ അഫിഡവിറ്റ് സർക്കാരിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. മൊറാലിറ്റി, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഡിഫൈൻ ചെയ്യുക എന്നതാണ്. സംസ്ഥാന സർക്കാരല്ല കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഡിഫൈൻ ചെയ്യേണ്ടത്. അവിടെയും സത്യവാങ്മൂലത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ റൈറ്റ് ടു ഫ്രീഡം ആർട്ടിക്കിൾ 25ൻ്റെ സ്കോപ്പ് എന്താണ്? അത് ഡിഫൈൻ ചെയ്യേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് മാത്രമാണ്. ഭരണഘടനാപരമായിട്ടുള്ള വിഷയമാണിത്. അത് റിവ്യൂ ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനാപരമായി ജുഡീഷ്യറിക്ക് കൊടുത്തിരിക്കുന്ന ജുഡീഷ്യൽ റിവ്യൂ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കോടതി തന്നെയാണ് ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വ്യക്തിപരമായി നിങ്ങൾക്കുള്ള മതാവകാശവും മതസ്ഥാപനങ്ങൾക്കുള്ള അവകാശവും ഇത് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയേണ്ടത് സംസ്ഥാന സർക്കാരല്ല. അപ്പോൾ ഈ 9 അംഗ ബെഞ്ചിന് മുമ്പിൽ വരാൻ പോകുന്ന ഒരു വിഷയത്തിനും സംസ്ഥാന സർക്കാരിൻ്റെ മറുപടി പ്രധാനമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ മറുപടി ആവശ്യവുമില്ല. ഇതാണ് രണ്ടാമത്തെ കാര്യം. ബന്ധപ്പെട്ട ഒരു കൂട്ടം പുനഃപരിശോധന അതിലേക്ക് ഞാൻ വരുന്നത്. ഇനി ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ശബരിമലയിലെ യുവതീ പ്രവേശനത്തിൻ്റെ അവസ്ഥ എന്താ? ശബരിമലയിലെ യുവതീ പ്രവേശനം സ്റ്റേ ചെയ്തിട്ടില്ല. സ്റ്റേ ചെയ്തുകൊണ്ടല്ല രഞ്ജൻ ഗൊഗോയ് ഇത് 7 അംഗ ബെഞ്ചിലേക്ക് 2019 വിട്ടത്. അതിനുശേഷം SI ബോബ്ഡെ 2020 ഇത് 9 അംഗ ബെഞ്ചിലേക്ക് വിടുമ്പോഴും ഈ നിമിഷവും ശബരിമലയിൽ യുവതീ പ്രവേശന വിധി അതേ ടാക്റ്റായിട്ട് നിലനിൽക്കുകയാണ്. സർക്കാർ ഏതെങ്കിലും യുവതിയെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ മനഃപൂർവ്വം മറന്നുപോയൊരു കാര്യം കൂടി ഞാൻ പറയാം. കഴിഞ്ഞ മണ്ഡലകാലത്ത് കെ രാധാകൃഷ്ണൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു സർക്കുലർ ഇറങ്ങിയിരുന്നു പോലീസിന്. എന്താണ്? എല്ലാ ഭക്തന്മാരെയും ശബരിമലയിൽ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിൽ പക്ഷേ വിവാദമുണ്ടാവുന്ന സാഹചര്യത്തിൽ ഇത് പിൻവലിച്ചു. എന്നിട്ട് അത് പിൻവലിക്കാനുള്ള കാരണം എല്ലാ ഭക്തന്മാരെയും എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി വിധി അനുസരിച്ച് സ്ത്രീകളടക്കം പ്രവേശിപ്പിക്കണമെന്ന് സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ തന്നെ മാനുവലിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതായിരുന്നു അന്ന് ഉയർന്ന വിവാദം. അത് വിവാദമാവും എന്ന് കണ്ട് ആ മാനുവൽ പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി. കാരണം സർക്കാരായിട്ടൊരു മണ്ഡലകാലത്തെ കുളമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല. മണ്ഡലകാലം വൃത്തിയായി നടക്കുന്നു, ഭക്തർ പോയി കാണുന്നു, ദർശനം നടത്തി തിരിച്ചു വരുന്നു, സുഖദർശനം നടന്ന് തിരിച്ചു വരുന്നു, നമ്മളെല്ലാം കണ്ടതുമാണ്. അപ്പോൾ ആ വിഷയത്തിൽ നിലവിൽ മണ്ഡലകാലം വളരെ സമാധാനത്തോടു കൂടി നടക്കുന്ന ഒരു കാലത്ത് ഈ വിഷയത്തെ ഒരു സുവർണാവസരമായി കാണാനാണ് ഇരുകക്ഷികളും ശ്രമിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട വാദം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. യഥാർത്ഥത്തിൽ ആരാണ് ഈ വിഷയത്തിൽ നിലപാട് മാറ്റിയത്? 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന് പിയാസുൽ പറഞ്ഞു, രണ്ടും പിയാസുൽ പറഞ്ഞു. 2016 ഭയ്യ ജോഷി RSSൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. എന്താ പറഞ്ഞത്? ഏതെങ്കിലും ഒരു പ്രത്യേക പ്രായപരിധിയിൽപ്പെട്ട സ്ത്രീകളെ മാത്രം ശബരിമലയിൽ പ്രവേശിപ്പിക്കാതിരിക്കുന്നത് ന്യായയുക്തമല്ല പറഞ്ഞത് RSSൻ്റെ ജനറൽ സെക്രട്ടറി ഭയ്യ ജോഷി. ഒടുവിൽ അതേ RSSൽപ്പെട്ടവർ, അതേ BJPയിൽപ്പെട്ടവർ ഇവിടെ നാമജപ ഘോഷയാത്ര നടത്താൻ തെരുവിലിറങ്ങി.
സുവർണാവസരം തേടി PS ശ്രീധരൻപിള്ളയുടെ വാക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ കേന്ദ്രം ഭരിക്കുന്നത് ആരാ? BJP അല്ലേ? ഈ കാര്യത്തിലെല്ലാം സുപ്രീം കോടതിയിലേക്ക് ഇത് വിടുന്നതിന് മുൻപ് തന്നെ ഈ പാർലമെന്റിന്റെ അധികാരം ഉപയോഗിച്ച് ആർട്ടിക്കിൾ 25 ഹിന്ദു റിലീജിയസ് അയ്യപ്പ ഡിവോട്ടീസ് ഒരു പ്രത്യേക ഹിന്ദു റിലീജിയസ് സെക്ടാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം അവസാനിക്കും. കാര്യം അങ്ങനെ വന്നാൽ അത് എസെൻഷ്യൽ പ്രാക്ടീസ് ആണെന്നും അയ്യപ്പ ഡിവോട്ടീസ് എന്നുള്ളതൊരു പ്രത്യേക റിലീജിയസ് സെക്ടാണെന്നും സ്ഥാപിക്കാൻ കഴിയും. അങ്ങനെ സ്ഥാപിച്ചോ BJP? അങ്ങനെ കേന്ദ്രത്തിൽ ഇത്രയും അധികാരം 3 തവണ BJP അധികാരത്തിൽ വന്നിട്ടും ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു നിയമനിർമ്മാണം നടത്താൻ കഴിഞ്ഞോ? RSSന്റെ ആദ്യത്തെ 2016 നിലപാട് ആരാ തിരുത്തിയത്? ആരാ യുവതീ പ്രവേശനം വേണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി കേസ് പോയത്? ഇന്ത്യൻ ലോയേഴ്സ് യങ് അസോസിയേഷൻ. ആരായിരുന്നു? പ്രേരണകുമാരി. സ്വയം അറിയുന്നത് എങ്ങനെയാ? ചൗക്കിദാർ പ്രേരണകുമാരി. ആരാണ് ചൗക്കിദാർ പ്രേരണകുമാരി? പൂർവാഞ്ചലിലെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ ഒരു റൈറ്റിസ്റ്റ് സംഘടനയുടെ സ്പോക്ക് പേഴ്സണാണ്. BJPയുടെ സുപ്രീം കോടതിയിലെ ഒരു പ്രധാനപ്പെട്ട ലീഗൽ സെല്ലിലെ സെക്രട്ടറിയാണ് ഈ പറയുന്ന പ്രേരണകുമാരി, ചൗക്കിദാർ പ്രേരണകുമാരി. അല്ലാതെ സംസ്ഥാന സർക്കാരല്ല കേസ് പോയത്. ഈ കേസിൽ സംസ്ഥാന സർക്കാർ കക്ഷിയേ അല്ല എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിനോട് സത്യവാങ്മൂലം 2018 കൊടുക്കാൻ പറയുമ്പോൾ സ്വാഭാവികമായും ഭരണഘടനാപരമായി സർക്കാരിന് എല്ലാവരെയും തുല്യതയോടുകൂടി കാണാൻ മാത്രമേ കഴിയൂ. അതാണ് സർക്കാർ സമർപ്പിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് കോടതി അംഗീകരിച്ചത്. സർക്കാരിൻ്റെ വാദമല്ല പ്രധാനമായിട്ടും കോടതി അംഗീകരിച്ചത്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ആർത്തവ അശുദ്ധി എന്ന് പറയുന്ന ഒന്നുണ്ടാവാൻ പാടില്ല എന്ന വളരെ പുരോഗമനപരമായ നിലപാടാണ് 4 ജഡ്ജിമാരും സ്വീകരിച്ചത് 5-അംഗ ബെഞ്ചിൽ. ആ വിധിയെ കേരളവും ഇന്ത്യയും ഉയർത്തിപ്പിടിച്ചതാണ്. പക്ഷേ ആ സമയത്ത് രാഹുൽ ഗാന്ധി സ്വീകരിച്ച നിലപാട് കൈയടിച്ചതാണ് നമ്മൾ. അതിനുശേഷം പിന്നീട് കോൺഗ്രസ് നിലപാട് മാറ്റി. അപ്പോൾ നിലപാട് മാറ്റിയ 2 പ്രധാനപ്പെട്ട സംഘടനകൾ, ഒന്ന് RSS, പിന്നൊന്ന് രാഹുൽ ഗാന്ധി പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് നടത്തിയ പ്രസ്താവന പിന്നീട് കേരളത്തിലെ കോൺഗ്രസ് മാറ്റി. ഇത് രണ്ടും നിലപാട് മാറ്റത്തിന് ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇടതുപക്ഷ സർക്കാർ ആ തീരുമാനം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് പിൻവലിച്ചോ? പിൻവലിച്ചില്ല. മാത്രമല്ല ഇപ്പോൾ കൊടുത്തിരിക്കുന്നൊരു മറുപടി ഉണ്ടല്ലോ. റിവ്യൂ ഹർജി പരിഗണിക്കുന്ന സമയത്ത് വാക്കാൽ കൊടുത്തിരിക്കുന്നൊരു പരാമർശമുണ്ട്. എന്താണെന്നറിയാമോ? കോടതി വിധി വരുന്നത് എന്ത് തന്നെയാണെങ്കിലും അനുസരിക്കും. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ആ നിലപാടല്ലേ എടുക്കേണ്ടത്? 9-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി അനുസരിക്കുകയല്ലാതെ സംസ്ഥാന സർക്കാരിന് മറ്റെന്ത് രാഷ്ട്രീയ ബാധ്യതയുള്ളത് ഈ വിഷയത്തിൽ? CPM എന്താണ് നിലപാടെന്ന് ഇപ്പൊ കോൺഗ്രസിന്റെ നിലപാട് പറയുന്നു. നമ്മളിത് കോൺഗ്രസിന്റെ പഴയ നിലപാട് നമ്മൾ കണ്ടതാണ്. RSSന്റെ നിലപാട് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയതാണ്. ഇപ്പോൾ ഈ സർക്കാർ എടുക്കുന്ന നിലപാടെന്ത്? ഇപ്പോൾ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള സർക്കാരിന്റെ പ്രധാനപ്പെട്ട പാർട്ടിയായ CPM എടുക്കുന്ന നിലപാടെന്ത്? ചോദ്യത്തിന് മറുപടിയില്ല. മറുപടി പറയേണ്ടവരാണ്. മറുപടി പറഞ്ഞിട്ടില്ല. CPM മറുപടി പറഞ്ഞിട്ടില്ല. ശബരിമലയിലെ യുവതീ പ്രവേശനം എന്നുള്ളത് ഇത് ആദ്യമായി നടക്കുന്ന വിഷയമാണോ? 1991 വരെ ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചിട്ടില്ലേ? നിലപാട് പറയുമ്പോൾ ആ നിലപാടിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാരണം കൂടി പറയണം. എന്തുകൊണ്ടാണ് CPM ശബരിമലയിൽ യുവതീ പ്രവേശനമാകാമെന്ന കോടതി വിധിയെ രാഷ്ട്രീയമായി സ്വാഗതം ചെയ്തത്? ഇവിടെ തുല്യതയുണ്ടാവണം. ആ തുല്യത എന്ന് പറയുന്നത് ആർത്തവത്തിന്റെ പേരിൽ അശുദ്ധിയായി ഒരു പെൺകുട്ടിയും 10 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പൊതുപ്രവേശനമുള്ള ഒരു സ്ഥലത്ത് മാറ്റി നിർത്തപ്പെടാൻ പാടില്ല. നിലവിലത് ഒരു ഹിന്ദു എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്നുള്ള കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ നേരിട്ട് പോയിട്ട് 1991 വന്ന വിധിയെ ഏതെങ്കിലും ഇടത് സർക്കാർ ചോദ്യം ചെയ്തോ? 1991 പരിപൂർണനാണല്ലോ ഇങ്ങനൊരു വിധി പുറപ്പെടുവിക്കുന്നത്. കേരളത്തിലെ ഹിന്ദു റിലീജിയസ് വർഷിപ്പ് മായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആക്ടിന്റെ ഭേദഗതി 1965 ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുപ്രധാനമായ വിധി 91 ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ട് യുവതീ പ്രവേശനം പാടില്ല എന്ന് വിധി പുറപ്പെടുവിച്ചിട്ട് ഏതെങ്കിലും ഇടതുപക്ഷ സർക്കാർ, പിന്നീട് വന്ന EK നായനാർ സർക്കാരോ, പിന്നീട് വന്ന VS അച്യുതാനന്ദൻ സർക്കാരോ, പിന്നീട് വന്ന 1ാം പിണറായി സർക്കാരോ, ഏതെങ്കിലും ഒരു സർക്കാർ ഹൈക്കോടതിയിൽ ഇതിന്റെ അപ്പീലുമായിട്ട് പോയിട്ടുണ്ടോ? യുവതീ പ്രവേശനം വേണമെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീലുമായി പോയിട്ടുണ്ടോ? ഇല്ല. ഇതാണ് പച്ചക്കള്ളം പ്രചരിപ്പിച്ചു വരുമ്പോൾ എന്താ ഈ കേസിന് കൊടുത്ത് ഈ കുത്തിത്തിരിപ്പിനെല്ലാം കാരണമായ ചൗക്കിദാർ പ്രേരണകുമാരിയെ മറന്നു. ഈ കേസ് യുവതീ പ്രവേശനം വേണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്ത ഭയ്യ ജോഷിയെ മറന്നു. RSSന്റെ ജനറൽ സെക്രട്ടറി. ഇതിനെ കൈയടിച്ച് സ്വാഗതം ചെയ്ത രാഹുൽ ഗാന്ധിയെ മറന്നു. എല്ലാ ആക്ഷേപവും ഈ ഇടത് സർക്കാരിന് വരുന്നു. ഇടത് സർക്കാർ ഈ കേസിൽ കക്ഷിയാണോ? ഇടത് സർക്കാർ ഈ കേസിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വാദവുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടോ? ആ ഘട്ടത്തിൽ ഈ സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചപ്പോൾ ഭരണഘടനാപരമായി അതല്ലാതെ എന്താ സാധ്യത? നമ്മുടെ മുന്നിൽ വസ്തുത ഏതല്ലേ? ഞാൻ പറയാം. 1940കളിൽ തിരുവിതാംകൂർ മഹാറാണി സ്വന്തം കുഞ്ഞിന് ചോറൂണ് കൊടുക്കാൻ പോയത് ഇതേ ശബരിമലയില. മഹാറാണി എന്താ യുവതി ആയിരുന്നില്ലേ? 1986 ജയശ്രീ എന്നു പേരുള്ള നടി, അതേപോലെ സുധാചന്ദ്രൻ, മനോരമ, 3 നടിമാര് ഏത് സിനിമയാ? നമ്പിനാർ കെടുവതില്ലേ എന്ന സിനിമയുടെ ചിത്രീകരണത്തിൽ 18ാം പടിയിൽ പോയി നിന്ന് സിനിമയിൽ അഭിനയിച്ചു
എന്ന് മാത്രമല്ല 1000 രൂപ ദേവസ്വം ബോർഡ് ഇട്ട ഫൈനും വാങ്ങിച്ചു. കാരണം ശബരിമലയിൽ ചിത്രീകരണം നടത്താൻ പാടില്ല, ദേവസ്വത്തിന്റെ മുൻ അനുമതിയില്ലാതെ. അതും യുവതീ പ്രവേശനത്തിനുള്ള പിഴയല്ലത്. അവിടെ പോയി സന്നിധാനത്ത് അനുവാദമില്ലാതെ ഷൂട്ട് ചെയ്തതിന് കൊടുത്ത് 1000 രൂപ പിഴയും വാങ്ങിച്ചിട്ട് പോയി സുധാചന്ദ്രനും ജയശ്രീയും. അന്ന് ആരുടെയും വികാരം ഇളകിയില്ല, അന്ന് ആർക്കും ആചാര ലക്ഷണമില്ല. ഇത് നടക്കുന്നത് 1986 1986. 1986 അവിടെ 3 പ്രധാനപ്പെട്ട സിനിമാ നടിമാർ സംവിധായകനോടൊപ്പം പോയി ആടിപ്പാടി നമ്പിനാർ കെടുവതില്ലേ എന്ന സിനിമയുടെ ഭാഗമായി ചിത്രീകരണത്തിൽ പങ്കെടുത്തു. അന്ന് ആരുടെയും ആചാരം പൊട്ടിയില്ല, അന്ന് ആർക്കും ആചാരത്തിൽ പ്രശ്നവും സംഭവിച്ചില്ല. തീർന്നില്ല, 1990 ദേവസ്വം കമ്മീഷണറുടെ കൊച്ചുമോക്ക് ചോറൂട് കൊടുത്തത് ഇതേ സന്നിധാനത്ത് വെച്ചല്ലേ. അന്ന് യുവതികൾ ഉണ്ടായിരുന്നില്ലേ, അന്നും ആർക്കും ആചാരത്തിന്റെ പേരിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം അന്നൊക്കെ കുറച്ചുകൂടി ഇതിന് വിവേകത്തോടു കൂടി പെരുമാറാൻ കഴിയുന്ന പ്രതിപക്ഷവും വിവേകത്തോടു കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സമൂഹവും നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വലിയ വിവാദമായി വരുമ്പോൾ 91 ഹൈക്കോടതി വിധിക്ക് ശേഷമുള്ള ഒരു കാലത്തെ ഇത് പണ്ടെങ്ങോ മുതലുണ്ടായിരുന്ന കാലമായി ചിത്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ 9 അംഗ ബെഞ്ച് പരിഗണിക്കാൻ പോകുന്ന വിഷയങ്ങളിൽ ഒന്നിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ സത്യവാങ്മൂലം ആവശ്യമില്ല എന്നിരിക്കെ അതൊരു രാഷ്ട്രീയ വിഷയമാക്കി കൊണ്ടുവരുന്നതിന് പിന്നിൽ തികഞ്ഞ രാഷ്ട്രീയ ദുഷ്ടലാക്കാണ്, മറ്റൊരു സുവർണാവസരം തേടിയുള്ള യാത്രയാണ്. Meet the editors.